ഞാൻ പൊതുമരാമത്ത് മന്ത്രിയാകുമ്പോൾ PWD സെക്രട്ടറി മലപ്പുറത്ത് 7 കൊല്ലം കളക്ടറായിരുന്ന RC ചൗധരി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവും വലുപ്പവും ഒക്കെ എനിക്കറിയാം. അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വക്കീലായിട്ട് ഞാൻ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തെ സെക്രട്ടറിയായി വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബന്ധമൊക്കെ പറഞ്ഞ് വളരെ സൗഹൃദത്തിലായി. അദ്ദേഹത്തോട് 2 ഉപദേശം ഞാൻ പറഞ്ഞു. ഞങ്ങൾ മന്ത്രിമാർ 5 കൊല്ലത്തേക്കാണ്, നിങ്ങൾ സെക്രട്ടറിമാർ ഇവിടെ സ്ഥിരമുള്ളവരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചില ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കണം. അതിന് നിങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയും സഹായവും വേണം. പകുതിയായി വെച്ച പണികൾ മുഴുവൻ പൂർത്തിയാക്കണം. 2, ലീഗുകാർ വടക്കോട്ട് മാത്രമേ ചെയ്യുള്ളൂ. വടക്ക് നോക്കി എന്താണ് അവർക്ക് അവിടെയല്ലേ കാര്യമുള്ളൂ. ഞങ്ങൾ കേരളം മുഴുവനുള്ള പാർട്ടിയാണ്, ഞങ്ങൾക്ക് എല്ലായിടത്തും ആ യന്ത്രം തിരിയണം, അങ്ങനെ സാർവത്രികമാക്കണം ഇത്. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഒക്കെ ശരിയെന്ന് പറഞ്ഞ് പോയതിൻ്റെ ശേഷം ഇതിന് വിപരീതമായിട്ടുള്ള നടപടികളാണ് എടുത്തു വന്നത്. അവിടെയാണ് ഞാൻ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച ഏറ്റവും വലിയ സംഭവം. 2 മാസം ഞാൻ ക്ഷമിച്ചു. 2ാമത്തെ മാസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എൻ്റെ വകുപ്പിൽ നിന്ന് മാറ്റി. ഞാൻ നായനാരെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ സെക്രട്ടറി എൻ്റെ വകുപ്പിൽ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം തന്നെ മാറ്റി. അതോടുകൂടി സെക്രട്ടേറിയറ്റിലൊക്കെ ഒരു അത്ഭുതം. RC ചൗധരി ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറിയാണ്, അസിസ്റ്റൻറ്റ് ചീഫ് സെക്രട്ടറി അദ്ദേഹമാണ്, 2ാം സ്ഥാനം. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ സംഭവമായി മാറി. അപ്പോൾ പിന്നെ എല്ലാവരും സംഗതി മനസ്സിലായി, കുഴപ്പമാണെങ്കിൽ ബുദ്ധിമുട്ടാവുന്നു. അതിനുശേഷം എനിക്ക് നല്ല സുഖമായിരുന്നു. പിന്നെ കുറച്ച് കാലം അഡീഷണൽ സെക്രട്ടറിയേറ്റ് കൊണ്ടുപോയി. പിന്നെ വേറെ ഒരു സെക്രട്ടറിനെ കിട്ടി, മുണ്ടക്കൽ ചാക്കോ. അയാൾ നല്ല വിദഗ്ധനും സത്യസന്ധനുമായിരുന്നു. അയാൾ ഞാൻ 4 കൊല്ലം ഒരുമിച്ച് നടന്നാണ് എല്ലാ കാര്യങ്ങളും നേടിയത്. 87 എൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ്റെ കൂടെ തന്നെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയായിരുന്നത് സഖാവ് TK രാമകൃഷ്ണനാണ്. എതിർ സ്ഥാനാർത്ഥി മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചെങ്കിലും അദ്ദേഹത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായി എൻ്റെ കൂടെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. ആ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ കോട്ടയത്ത് പോയി താമസിച്ച് തെരഞ്ഞെടുപ്പിനെ സഹായിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ചില നേതാക്കന്മാർ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞു, ഇവിടെ കോട്ടയത്തിന് ഒരു ഭാഗത്ത് വലിയ ഒരു പുഴ പോകുന്നുണ്ട്, ആ പുഴക്കൊരു പാലം കെട്ടിയാൽ കോട്ടയം വിപുലീകരിക്കും. കോട്ടയത്തിന് തൊട്ട് കിടക്കുന്ന പുഴയ്ക്ക് അക്കരെ തിരുവാർപ്പ് പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തും കോട്ടയവും ബന്ധപ്പെടുത്തുന്ന കുളപ്പരക്കടവിൽ ഒരു പാലം കെട്ടിയാൽ കോട്ടയം വലിയ മുന്നോട്ട് ഗതിയാവും. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചു. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ചിലപ്പോൾ പോയപ്പോൾ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട്, അത് ഗവൺമെൻറ്റിൽ ഞങ്ങൾ പരിശോധിക്കും എന്നൊക്കെ പ്രസംഗിച്ചും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് TK രാമകൃഷ്ണൻ ജയിച്ചു, മന്ത്രിയായി. ഞാനൊരു ദിവസം ഈ സ്ഥലം സന്ദർശിക്കാൻ പോയി. അവിടെ തിരുവിതാംകൂർ കൊച്ചി മഹാരാജാവിൻ്റെ ഭരണകാലത്ത് രാജാവിൻ്റെ പൊതുമരാമത്ത് മന്ത്രി അവിടെ പാലം കെട്ടുമെന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ട്. അത്രയും പുരാതനമായ ഒരു ആംബിഷൻ, ആഗ്രഹമായിരുന്നു ആ നാട്ടുകാരുടെ. അവിടെ ഞാൻ പറഞ്ഞു, എൻ്റെ വാക്ക് ഞാൻ പൂർത്തിയാക്കുകയാണ്. തിരുവാർപ്പ് പഞ്ചായത്തിലേക്ക് തോണിയിലാണ് പോവുക. ആ കടവിനാണ് കുളപ്പരക്കടവ് പാലം, കുളിപ്പരക്കടവ് പാലം. ആ പാലം നിർമ്മിക്കുകയാണ്. ആ പാലാണ് കെട്ടി. അതോടുകൂടി ഒരു സെക്കൻഡ് കൊണ്ട് അപ്പുറത്തെത്തിയല്ലോ. ആ ആളുകളെല്ലാം തോണി കിടക്കാൻ നേരെ ഇപ്പുറത്തും. അതൊരു വലിയ സംഭവമായി. അതുപോലെ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ. വെച്ചൂർ കുമരകം റോഡ്, അത് 3 പാലം കെട്ടിയിട്ട് കൊല്ലവും കോട്ടയവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നു. ആ പണി നമ്മളെടുത്ത് കമണാറ്, പെണ്ണാറ്, കൈപ്പുഴയാറ് 3 പുഴകൾക്കാണ് പാലം കെട്ടിയത്. പെണ്ണാറ്, കവണാറ്, കൈപ്പുഴയാറ്. അത് 3 പാലം കെട്ടിയാൽ വൈക്കത്തു കൂടെ വൈക്കം വഴിക്ക് കൊല്ലത്തേക്ക് പോകാം. ഏറ്റവും ഷോർട്ടാണിത്. അവിടെയൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ആ 3 പാലവും ഞാൻ മന്ത്രിയായിരിക്കണം എന്നാണ് കെട്ടിയത്. ഇത് ഇവിടെ ഇങ്ങനെ ചെയ്തപ്പോൾ, ഇതല്ലാതെ മറ്റ് പല രാജ്യത്തും പല പ്രവർത്തനങ്ങളും നടത്തി. മുഴുവനും ഇപ്പോൾ വിശദീകരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. നായനാർ ഒരു ദിവസം എന്നെ വിളിച്ച് പറയാണ്,
എടോ, ഞാൻ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഒരു കാലത്ത് തൃക്കരിപ്പൂര് മണ്ഡലത്തിൽ, കാസർഗോഡ് മണ്ഡലത്തിൽ. അവിടെ തൃക്കരിപ്പൂര് മണ്ഡലത്തിൽ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലേക്ക് ഞാൻ ജീപ്പിൽ പോകുമ്പോൾ ജീപ്പിൻ്റെ ടയറിനുള്ളിൽ വെള്ളം നിറഞ്ഞ് അത് വഴുതി വീണ് പരിക്ക് പറ്റിയുണ്ടായി. ആ സ്ഥലത്തൊരു പാലം കെട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് അറിയാം. അതൊന്നും എനിക്കറിയില്ല. നായനാരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ താൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കാഞ്ഞങ്ങാട് പോയി അവിടുത്തെ നേതാക്കളെയൊക്കെ വിളിച്ച് ഈ വിവരം പറഞ്ഞ് അന്വേഷിച്ചു. സ്ഥലം പോയി കണ്ടു നോക്കുമ്പോൾ അയാൾ പറയുന്നത് സത്യമാണ്. അവിടെ പാലം കെട്ടിനെ പരിശോധിക്കാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾ കൂടി ആ പാലം നിർമ്മിച്ച് സുന്ദരമാക്കി കൊടുത്തു. നായനാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ അതിൽ ചൗധരി പോയി മറ്റേ സെക്രട്ടറി വന്നതിന് ശേഷം വളരെ സൗഹാർദ്ദം, ഞാൻ പറഞ്ഞാൽ മതി വിഷയങ്ങൾ നടക്കും, ആ രീതിയിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് 5 കൊല്ലം എൻ്റെ കഴിവിൻ്റെ പരമാവധി പൊതുമരാമത്ത് വകുപ്പ് കൊണ്ട് നടന്ന് ഭരണം പൂർത്തിയാക്കി. പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ ഈ മന്ത്രി സ്ഥാനത്തിരുന്ന് അധികാരം വിനിയോഗിക്കാനുള്ള ഒരാർജവം, ശക്തി വീണ്ടും കൈവശപ്പെടുത്താൻ ഒരു സംഗതി RC ചൗധരിയുടെ സംഭവം സഹായകമായിരുന്നു. മറ്റൊരു സംഭവം, നമ്മളെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് MLA ആയിട്ട് വയനാട്ടിൽ നിന്ന് വന്ന വർഗീസ് വൈദ്യൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിരുന്ന നായനാരുടെയൊക്കെ സഹപ്രവർത്തകനാണ്. വലിയ പാരമ്പര്യമുള്ള നേതാവാണ്. അദ്ദേഹം കരാറുകാരനുമായിരുന്നു ഞാൻ വരുന്നതിൻ്റെ മുമ്പ്. ഇദ്ദേഹം ഒരു പെറ്റീഷൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഇതാ ഞാൻ അറിയുന്നില്ല, പൊതുമരാമത്ത് വകുപ്പിൽ ചില എഞ്ചിനീയർമാർ നടത്തിയിട്ടുള്ള കൊള്ള, ആ കൊള്ള നടത്തിയത് ഭരണകൂടത്തിൻ്റെ ആവശ്യപ്രകാരമാണ് എന്നും അതിൽ ആരോപണമുണ്ടായിരുന്നു. 1987 തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ വകുപ്പുകളെയും വിനിയോഗിക്കാറുണ്ട് അവർ. പൊതുമരാമത്ത് വകുപ്പിനെ വിനിയോഗിച്ച് ഒരു തന്ത്രം പ്രയോഗിച്ചു. 10 പ്രവൃത്തികൾ, വൻകിട പാലങ്ങൾ, അത് അന്നത്തെ വലിയ സംഖ്യയാണ്. 60 ലക്ഷം 80 ലക്ഷം ചെലവ് വരുന്ന 10 പാലങ്ങൾ ടെൻഡർ വിളിക്കാതെ ചില ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ മനസ്സിലാവുമല്ലോ അതിൻ്റെ ഉദ്ദേശം എന്താ. ടെൻഡർ വിളിച്ചാൽ ആർക്കാ കിട്ടുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ലോവസ്റ്റ് ടെൻഡർ സ്വീകരിച്ചു പോകുമല്ലോ. ടെൻഡർ വിളിക്കാതെ ഓരോ കരാറുകാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതിനവർ കണ്ടുപിടിച്ച ഒരു മാർഗം ലിമിറ്റഡ് ടെൻഡർ എന്നൊരു പുതിയ സംവിധാനം. അത് ടെൻഡർ മാനുവലിലോ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് നിയമത്തിലോ ഇല്ല. ലിമിറ്റഡ് ടെൻഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം 3 ആളുകളെടുത്ത് ടെൻഡർ വാങ്ങുക, അതിൽ ലോവസ്റ്റ് ആരാന്ന് വെച്ചാൽ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ ബുദ്ധിയിൽ നിന്ന് വന്നതാണെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കി. ആ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വരൂപിക്കാൻ 10 പാലങ്ങൾ 10 കരാറുകാർക്ക് ലിമിറ്റഡ് ടെൻഡർ പ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത് കോടികൾ മറിച്ചെടുത്തു എന്നാണ് വിവരം. ഇത് ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് അതാത് കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ വർഗീസ് വൈദ്യൻ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി അത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അന്വേഷിക്കാൻ വിട്ടു. അതിൻ്റെ മന്ത്രി അദ്ദേഹമാണ്. ഈ എക്കണോമിക് ധനകാര്യ വകുപ്പിൻ്റെ കീഴിൽ ഒരു വിജിലൻസ് വകുപ്പുണ്ട്. ആ വകുപ്പിൻ്റെ അന്വേഷണം കഴിച്ച് എല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി ഓരോരുത്തരുടെയും കുറ്റങ്ങൾ നിർവഹിച്ചുകൊണ്ട് ആ സൂപ്രണ്ട് എഞ്ചിനീയറും ഒരു 5-8 എഞ്ചിനീയർമാർ വേറെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഫയൽ ചെയ്തു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ അതിൻ്റെ മേലിൽ എഴുതി ഫോർവേഡ് ടു ദ മിനിസ്റ്റർ PWD ഫോർ നെസസറി ആക്ഷൻ, ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് മന്ത്രിക്ക് ആ ഫയൽ അയച്ചു. അതാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇത് കിട്ടിയപ്പോൾ ഞാനിതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു നോക്കുമ്പോൾ സംഗതികളൊക്കെ ശരിയാണ്.
ആ ശരിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? ഈ 12 എഞ്ചിനീയർമാരെയും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത കൂട്ടത്തിൽ 6 കൊല്ലം എൻ്റെ കൂടെ പഠിക്കുകയും കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻജിനീയറായിട്ടും ഞാൻ ലോ കോളേജിലും പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ള ഒരു സുഹൃത്ത്, ജില്ലാ ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അയാളും ഇതിൽപ്പെടും. ഇവരെ ഒന്നായിട്ട് സസ്പെൻഡ് ചെയ്തു. അതോടുകൂടി ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൂപ്രണ്ട് എഞ്ചിനീയർ എൻ്റെ മുൻഗാമിയായ മന്ത്രിയുടെ കാലത്ത് ചീഫ് എഞ്ചിനീയറുടെയും മേലെയാണ് ആക്ട് ചെയ്യുക. ചീഫ് എഞ്ചിനീയറെ നിയന്ത്രിക്കാൻ പോലും അദ്ദേഹത്തിനാണ് അധികാരം എന്നുള്ള രീതിയിലാണ് കാര്യം. കാരണം മന്ത്രിൻ്റെ സ്വന്തം ആളാണ്, എന്തും മന്ത്രിക്ക് ചെയ്യുന്ന ആളുമാണ്. അയാൾ ഉൾപ്പെടെ സസ്പെൻഡ് നടന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞെട്ടി വിറച്ചു. അന്വേഷണം ആ സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷണം, പോലീസ് അന്വേഷണം ശക്തിയാക്കി. ഇതിനെതിരായിട്ട് അവർ സുപ്രീം കോടതി വരെ കേസ് കൊടുത്തു നോക്കി. ഞാനിതാ ബോധിപ്പിക്കും, കോടതി നിന്നൊക്കെ തള്ളിക്കളയും. അതിൽ എൻ്റെ ക്ലാസ്മേറ്റായിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് കരഞ്ഞു വന്ന് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ കീഴ് ജീവനക്കാരായ ഓഫീസർമാർ, സൂപ്രണ്ട് എഞ്ചിനീയർ വന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കല്ലാത്തൊരു വഴിയില്ല, ഞങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് സത്യമാണെങ്കിൽ നീ കേസിനൊന്നും പോകണ്ട, അത് സംഭവങ്ങൾ കഴിയട്ടെ, അന്വേഷിച്ച് ഞാൻ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ആളെ അന്വേഷിച്ച് ശരിയാ നേണ്ടപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ എഞ്ചിനീയർമാർ പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിച്ചു. അതിൽ അത്ഭുതകരമായ പല കഥകളുമുണ്ട്. അവസാനം അത്രയും ആളുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തുപോയി. അതൊരു വലിയ സംഭവമായി മാറി. ഞാൻ രാമകൃഷ്ണൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരുത്തരുണ്ടായിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല, പറയാം. അദ്ദേഹം സൂപ്രണ്ട് എഞ്ചിനീയർ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആയാൽ പോലെ തിരുവനന്തപുരത്ത് കിട്ടുകയും വേണം. ഇതിലിങ്ങനെ അപ്പോൾ ഇയാൾ നല്ല പ്രവർത്തിക്കുന്ന ആളാണ്, കാര്യങ്ങൾ തിരക്കടില്ല എന്ന് എനിക്കും തോന്നി. കോട്ടയത്തൊക്കെ നല്ല പ്രവർത്തനം നടത്തിയവർക്ക് സഹായകരമായിരുന്നു. ഇദ്ദേഹം പ്രമോഷൻ്റെ സമയം വന്നപ്പോൾ അദ്ദേഹത്തിന് സൂപ്രണ്ട് എഞ്ചിനീയറുടെ പോസ്റ്റ് കൊടുത്തു. അദ്ദേഹം വിചാരിച്ച തിരുവനന്തപുരത്ത് തന്നെ കൊടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ വിവരം കിട്ടി. അത് എൻ്റെ ശത്രുക്കളിൽ നിന്നാണ് കിട്ടിയത്. ഈ സൂപ്രണ്ട് എഞ്ചിനീയർ മന്ത്രിക്ക് ഭീമമായ ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റ് കൈക്കലാക്കാൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ആരോടാണ് നമ്മൾ അന്വേഷിക്കുക? ഞാനന്ന് ചെയ്തത് ഇയാളെ നേരിട്ട് വിളിച്ചു. ആളെ വിളിച്ചിട്ട് മുമ്പിലിരിക്കാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അതൊരു രസകരമായ സംഭവമായിരുന്നു. നിങ്ങൾ എഞ്ചിനീയർമാർ പഴയ കാലത്ത് ഭരണകൂടത്തിലെ ഇടപെടലുകൾ കൊണ്ട് പല തെറ്റുകളും ചെയ്തവരാണ്. ആ തെറ്റുകളൊന്നും ഈ ഭരണത്തിൽ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങളെ ഉപയോഗിച്ച് പലരും പല കാര്യങ്ങളും നേടിയെടുക്കും. അതിൽ നിങ്ങൾക്ക് കാശ് നഷ്ടപ്പെടുകയും ചെയ്യും, എത്തേണ്ടടുത്ത് അത് എത്തുമില്ല, പല തട്ടിപ്പുകളും നടക്കും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഈ തിരുവനന്തപുരം സൂപ്രണ്ട് എഞ്ചിനീയറുടെ സ്ഥാനം കിട്ടാൻ, പ്രമോഷൻ ശരിയാക്കാനും നിങ്ങൾ എത്ര റുപ്യ കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ സത്യം തുറന്നു പറഞ്ഞു, ഞാൻ 3 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്. ആരെടുത്താ കൊടുത്തതെന്ന് ചോദിച്ചു. അതൊക്കെ ആളുകളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവരും രാഷ്ട്രീയത്തിൽ കുഴപ്പമുണ്ടാവും എന്നതുകൊണ്ടും പേര് ഞാൻ പറയുന്നില്ല. കൊടുത്ത ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
അദ്ദേഹമാണ് വാങ്ങിയത് എന്ന് പറഞ്ഞു. ആഹാ, അത് ശരിയെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഇത്രയും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അയാളോട് പുറത്തു പോകാൻ പറഞ്ഞു. വേറൊരു ചെറിയ കേസ് അദ്ദേഹത്തിൻ്റെ ഞാൻ പിടിച്ചു വച്ചിരുന്നു. അതിൻ്റെ മേൽ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തെ. അന്വേഷണം വെച്ചു. ആ സമയത്ത് അദ്ദേഹം പല സ്ഥലത്തും ഓടി നോക്കി. പാർട്ടി സെക്രട്ടറി സഖാവ് അച്യുതാനന്ദൻ്റെ അടുത്ത് വരെ പോയി. അച്യുതാനന്ദൻ പറഞ്ഞു അഴിവും അഴിമതിയും അന്വേഷിക്കാനും നടപടിയെടുക്കാനുമാണ് അവരൊക്കെ വെച്ചത്, അതിലിടപെടുന്ന പ്രശ്നമില്ലാന്ന്. ചുരുക്കം പറഞ്ഞാൽ അന്വേഷിച്ച് മനസ്സിലാക്കി ആ അവസാനം ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ കൊടുത്ത ആളിരുന്ന ആ സംഖ്യ മടക്കി വാങ്ങ്, വേറെ ആർക്കും കൊടുക്കാൻ വേണ്ട, ഞാൻ നിങ്ങളെ കഴിവ് കണ്ടിട്ടാണ് പോസ്റ്റ് തന്നത്. അദ്ദേഹം അത് തിരിച്ചു വാങ്ങി എന്നത് തെളിവ് സഹിതം എന്നെ ബോധ്യപ്പെടുത്തി അയാളോട് പോയി പണിയെടുക്കാൻ പറഞ്ഞു. അയാൾ അങ്ങനെ പോസ്റ്റിൽ തിരിച്ചു വന്ന് വേറൊരു പോസ്റ്റ് കൊടുത്തു. ആ കളിച്ച ആൾ കേരളത്തിലൊരു സമുന്നത നേതാവാണ്, ഒരു സമുദായ നേതാവാണ്. അത് ഞാൻ ഈ പറയുന്നത് അയാളെ ഓർമ്മയിൽ കിട്ടുമ്പോഴൊക്കെ മനസ്സിലാവും. ഞാൻ അതിൻ്റെ പേരിപ്പോൾ പറയുന്നില്ല. ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവിതകാലത്ത് ഒരുപാട് സംഭവങ്ങൾ, അതിൽ നിഷ്പക്ഷമായും അഴിമതിരഹിതമായും ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചതുകൊണ്ട് 5 കൊല്ലം ശരിക്കും കൃത്യനിർവഹണം നടത്താൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം എന്നും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. അതുപോലെ പല സംഭവങ്ങളും ഓർമ്മ വരുന്നത് ഞാൻ പറയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിലമ്പൂർ മഞ്ചേരിക്കിടയിൽ എടവണ്ണ എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ വക്കീൽ പണിയെടുക്കുന്ന MLA ആയ കാലത്ത് വക്കീൽ പണിയുള്ള സമയത്താണ് അവിടെ ഒരു പള്ളി യാഥാസ്ഥിക വിഭാഗമായ സുന്നികളുടെ പള്ളിയായിരുന്നു. അവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ MLA സീതി ഹാജിയുടെ നേതൃത്വത്തിൽ ആ പള്ളി കയ്യേറി മറ്റു വിഭാഗത്തെ അടിച്ചാട്ടി പറഞ്ഞയച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായി, ഇയാൾ തകർക്കാനുള്ള ശ്രമമായി. ആ സംഘട്ടനം വന്നാൽ അവിടെ പിന്നെ പോലീസ് ചെയ്യേണ്ട പണി 2 കൂട്ടരും പ്രവേശിക്കേണ്ട 145 പാസ്സാക്കലാണ്. 145 CRPC അത് പ്രകാരം നടപടിയെടുത്ത് പള്ളിക്ക് സീൽ വെച്ച് പള്ളിയുടെ നിയന്ത്രണാവകാശം RDO ഏറ്റെടുത്തു. അത് കേസായി. RDO കോടതിയിലാണ് ആ കേസ് വരിക. അപ്പോൾ സുന്നികൾ പല വക്കീലന്മാരെ ഏൽപ്പിച്ച കൂട്ടത്തിൽ 1-2 വക്കീലന്മാരെ കേസ് ഏൽപ്പിച്ചു. ഈ 145 നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ ഇത് താഴെ കോടതിയിൽ RDO കോടതിയിൽ അവർ വക്കീലിനെ ഏൽപ്പിച്ചപ്പോൾ മുജാഹിദ് വിഭാഗം അന്വേഷിച്ച് പിടിച്ച് കണ്ടെടുത്ത വക്കീൽ ഞാനായിരുന്നു. അവരെൻ്റെ അടുത്ത് വന്നു. അവർ കേസൊക്കെ ഏൽപ്പിച്ചു. ഞാൻ ഇവിടെ പോയി വാദം നടത്തി കേസിൽ ഹാജരായി RDO കോടതിയിൽ. അതിൻ്റെ പുറമെയാണ് സുന്നി വിഭാഗം ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നത്. 145 ക്വാഷ് ചെയ്യണം, അത് നിൽക്കാൻ പാടില്ല, ഞങ്ങളെ കൈവശമാണ് പള്ളി, ഞങ്ങളുടെ കയ്യിലാണ്, ഇത് വെറുതെ ഭരണം ഉപയോഗിച്ച് ഇവരുണ്ടാക്കിയാന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുജാഹിദ് വിഭാഗം എൻ്റെ വക്കൽ എടുത്തു വരും. ഹൈക്കോടതിയിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ നിർദ്ദേശിച്ച ഒരു വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഫോണിലൂടെ ബന്ധപ്പെടാതെ നിങ്ങൾ അവിടെ പോയാൽ മതി, അവിടെ ഏൽപ്പിച്ചു. ആ കേസ് ചുരുക്കത്തിൽ ഒരു 2-3 മാസം കൊണ്ട് വിചാരണയ്ക്ക് വന്നു. പെറ്റീഷനല്ലേ ഉള്ളൂ. വിചാരണയ്ക്ക് വന്നപ്പോൾ KT തോമസ് എന്ന് പറയുന്ന ജഡ്ജിയായിരുന്നു ഹൈക്കോടതിയിൽ ഇത് വിചാരണ ചെയ്യുന്ന ബെഞ്ചിലെ ജഡ്ജി. വിചാരണയ്ക്ക് എടുത്തപ്പോൾ എന്താ വിഷയം? സുന്നി മുജാഹിദ് പള്ളിയുടെ കൈവശ തർക്കം, അടിച്ചാട്ടിയത്, വെട്ടാൻ വന്നത്, കൊല്ലാൻ വന്നത്, ഇതാണ് തർക്കം. അപ്പോൾ എന്ത് വിധി പറഞ്ഞാലും അവിടെ അടി ബാക്കിയാവും, കുഴപ്പമുണ്ടാവും എന്ന് ജഡ്ജിക്കറിയാം. കാരണം ഇദ്ദേഹം കോഴിക്കോട് ഡിസ്ട്രിക്ട് ജഡ്ജി ആയിരുന്ന കാലത്ത് പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളി കേസിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ തർക്കം മൂത്ത്. ആ തർക്കത്തിൽ ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. അപ്പോൾ പരാജയപ്പെട്ട വിഭാഗം കത്തിയേറ്റ് കയറി അവിടെ സംഘടനമായി 2 ആളെ കൊന്നു. അന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചതാണ് ഇനി ഇമ്മാതിരി കേസ് പറഞ്ഞു തീർക്കല്ലാതെ വിധി പറയില്ല. ആ മനസ്ഥിതി വെച്ച് ഈ കേസ് വിചാരണക്കെടുത്തപ്പോൾ വക്കീലന്മാരോട് KT തോമസ് ജഡ്ജി പറഞ്ഞു, ഇതിൽ ഞാൻ വിധി പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞു തീർക്കണം. എന്താണ് തർക്കം എന്ന് ചോദിച്ചു. തർക്കം സുന്നികൾ അവിടെ വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിൻ്റെ മുമ്പ് ചെയ്യുന്ന പ്രസംഗ ഖുതുബ
അറബിലാണ് ചെയ്യുക, മലയാളത്തിലാക്കാൻ പാടില്ല. മുജാഹിദുകൾ പറഞ്ഞു മലയാളത്തിൽ അന്ന പറയണം, അറബിൽ പറയാൻ പാടില്ല. അപ്പോൾ ഈ കുത്തുബ പ്രസംഗം അറബ് വേണോ മലയാളം വേണോ എന്നാണ് തർക്കം. അപ്പോൾ എന്താ അതിന് മധ്യസ്ഥം എന്ന് ചോദിച്ചു. രണ്ട് കൂട്ടർ ഉരുണ്ട് കളിക്കുകയാണ്. അവസാനം ജഡ്ജി ഒരു മദ്യം പറഞ്ഞു, രസകരമായ മദ്യം. അദ്ദേഹം പറഞ്ഞു ഉച്ച വരെ അറബിലാക്കുക, ഉച്ചയ്ക്ക് ശേഷം മലയാളത്തിലാക്കുക. അപ്പോൾ അതിൻ്റെ പൊള്ളത്തരം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവ് ഈ രണ്ട് വക്കീലന്മാർക്കും ഇല്ല. കാരണം അവർ ഹിന്ദു സുഹൃത്തുക്കളാണ്, മുസ്ലിമീങ്ങളോ ഇസ്ലാമിൻ്റെ. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പറയിപ്പിക്കാനുള്ള കഴിവുള്ള പണ്ഡിതന്മാർ പോയിട്ടുമില്ല. അപ്പോൾ ആകെപ്പാടെ സ്വീപ്പായി. ആ കൂട്ടത്തിൽ ഞാൻ ഏൽപ്പിച്ച വക്കീൽ പറഞ്ഞു, യുവർ ഓണർ, ഈ കേസ് മഞ്ചേരിയിലെ വക്കീൽ ടി.കെ. ഹംസയാണ് എന്നെ ഏൽപ്പിച്ചത്. ഇതിലെന്ത് വേണമെന്നുള്ള അഭിപ്രായം അദ്ദേഹവുമായി കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ പറയാറ്. അപ്പോൾ കെ.ടി. തോമസ് അങ്ങ് ചിരിച്ചു. ഈ ടി.കെ. തോമസ് ഹംസ അയാളെ ഞാൻ അറിയല്ലോ, ആളിപ്പോൾ MLA അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഒരു കാര്യം ഇയാളോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, അയാളോട് വന്ന് ഹാജരാകാൻ പറയാൻ അയാൾ വക്കീലാണെന്ന്. അങ്ങനെ ജഡ്ജിൻ്റെ നിർബന്ധപ്രകാരം ഈ കേസ് മാറ്റിവെച്ചു. കക്ഷികൾ നേരെ വണ്ടി എടുത്തിട്ട് എൻ്റെ അടുത്ത്, ഞാനൊരു യോഗത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, അവിടെ വെച്ച് എന്നെ പിടിച്ചു. പിറ്റേന്ന് വെച്ചിരിക്കുന്ന കേസ്. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് തന്നെ രാത്രി കോട്ടും കുപ്പായൊക്കെ ബാഗിലിട്ട് നേരെ എറണാകുളത്തേക്ക് വന്നു. ഒരു റൂമെടുത്ത് താമസിച്ച് രാവിലെ ഞാൻ ഏൽപ്പിച്ച വക്കീലിൻ്റെ വീട്ടിൽ പോയി വിഷയങ്ങളൊക്കെ അന്യോന്യം ചർച്ച ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ നിയമപരമായ വശങ്ങളും മറ്റ് കോടതി വിധികളും ഒക്കെ നിങ്ങൾ കോട്ട് ചെയ്ത് സംസാരിക്കണം. ഞാനിതിൻ്റെ ചരിത്രമായ പശ്ചാത്തലവും മതപരമായ വീക്ഷണവും അതിൻ്റെ മറ്റു കാര്യം ഞാൻ പറയാറ്. അങ്ങനെ കോടതിയിൽ പോയി ഞങ്ങളിരുന്നു. ഈശ്വരയ്യരാണ് വക്കീൽ. അദ്ദേഹമാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ താഴത്തെ ഒരാളോട് നിൽക്കാൻ പറഞ്ഞു. ലിഫ്റ്റിൽ അദ്ദേഹത്തെ കയറ്റി ബഹുമാനിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വന്നു. അദ്ദേഹം മന്ത്രി ഓഫീസിൽ കടന്നു വന്നപ്പോൾ ഞാൻ എണീറ്റ് നിന്നു. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. വഖഫ് ബോർഡ് ചെയർമാനും മെമ്പർമാരും ഒക്കെ ഇരുന്നു. വാദങ്ങൾ മുഴുവൻ ഞാൻ കേട്ടു. കേട്ടതിന് ശേഷം മറ്റവർക്ക് മുഴുവൻ മനസ്സിലാകണ്ടെന്ന് വിചാരിച്ച് ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു,